നമസ്കാരം, സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ തദ്ദേശ വികസന ഫണ്ട് അനുവദിക്കാത്തത് മൂലം പഞ്ചായത്തുകളിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിശ്ചലമായതായി മുൻമന്ത്രി എം.ബി. രാജേഷ്. ലൈവ് ഭവന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട സർക്കാർ വിഹിതം നിലച്ചതായും എം.ബി. രാജേഷ്. കുത്തിപ്പൊളിച്ച് പണിയാനായി വടക്കഞ്ചേരി മേൽപ്പാലം കുത്തിപ്പൊളിച്ച് പണി സെഞ്ചുറി പിന്നിട്ടു. മണപ്പാടം മലങ്കാട് കോറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർക്കെതിരെ കേസെടുക്കാനുള്ള നടപടിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ തദ്ദേശ വികസന ഫണ്ട് അനുവദിക്കാത്തത് മൂലം പഞ്ചായത്തുകൾ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിശ്ചലമായതായി മുൻമന്ത്രി എം.ബി. രാജേഷ്. അംഗൻവാടികളുടെ പോഷകാഹാര വിതരണവും പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം ഉൾപ്പെടെ നിലച്ചതായും എം.ബി. രാജേഷ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവർ പ്രതിഷേധം അടക്കിപ്പിടിച്ചിരിക്കുകയാണ്. അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവർ പ്രതിഷേധം അടക്കിപ്പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ, എല്ലാവരും പറയുന്ന കാര്യമല്ലേ ഇത്. അവരെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. തദ്ദേശ UDFന്റെ ജനപ്രതിനിധികൾ, പ്രാദേശിക ജനപ്രതിനിധികൾ, പ്രധാനപ്പെട്ട ആൾക്കാർ പോലും, എനിക്ക് പലരും വ്യക്തിപരമായിട്ട് അറിയാമല്ലോ, ഞാൻ തദ്ദേശ മന്ത്രി ആയിരുന്ന ആളാണല്ലോ, അവർ പലരും പറയുന്നത് ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, നിങ്ങളെന്താ ഒന്നും പറയാത്തതെന്നാണ്. നിങ്ങളൊന്ന് ആഞ്ഞടിക്കൂ എന്ന് ഉപദേശിച്ച കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷർ വരെ ഉണ്ട്. ഞങ്ങൾക്കോ മിണ്ടാൻ പറ്റില്ല, നിങ്ങളൊന്നും ആഞ്ഞടിക്കൂ. ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളെ ലഭിക്കേണ്ട സർക്കാർ വിഹിതം നിലച്ചതായും എം.ബി. രാജേഷ് പറഞ്ഞു. തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ് VD സതീശന് മുന്നിൽ നട്ടെല്ല് പണയം വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണമ്പ്ര കല്ലിങ്കൽ പാടത്ത് പട്ടാപ്പകൽ മോഷണം. വ്യാപാര സ്ഥാപനത്തിൽ സൂക്ഷിച്ച പണമടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടു. കല്ലിങ്കൽപ്പാടം സുമേഷിന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ കടയിൽ നിന്നാണ് 25,000 രൂപയും രേഖകളും താക്കോൽ കൂട്ടും ഉൾപ്പെടെയുള്ള ബാഗ് കവർച്ച ചെയ്യപ്പെട്ടത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ശേഷമാണ് സംഭവം നടന്നത്. ഉച്ചയ്ക്ക് 2:30 സമീപത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാനായി പോയ സുമേഷ് 15 മിനിറ്റിനകം തിരികെ എത്തിയപ്പോഴാണ് സ്ഥാപനത്തിലെ ഇരുമ്പ് മേശവലിപ്പിൽ സൂക്ഷിച്ച ബാഗ് മോഷണം പോയതായി അറിയുന്നത്. തുടർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ CCTV പരിശോധിച്ചപ്പോൾ സുമേഷ് ഇല്ലാത്ത സമയത്ത് ഒരാൾ റബ്ബർ കടയ്ക്ക് അകത്തേക്ക് കയറുന്ന ദൃശ്യം ലഭിച്ചത്. കാക്കി ഷർട്ടും ലുങ്കിയും ധരിച്ച ഇയാൾ എതിർവശത്തെ സ്ഥാപനത്തിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ദൃശ്യങ്ങൾ സഹിതം വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകി. ദൃശ്യങ്ങളിൽ നിന്നും ഇയാളെക്കുറിച്ച് വ്യക്തമായതായി പോലീസ് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര ചന്ദ്രദിനത്തോടനുബന്ധിച്ച് ശോഭ അക്കാദമി സെക്കൻഡറി വിഭാഗം മൂൺ ഡേ സംഘടിപ്പിച്ചു. ചന്ദ്രനെക്കുറിച്ചും ചന്ദ്ര പര്യവേഷണങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നതിനായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രദർശനം അക്കാദമി പ്രിൻസിപ്പൽ രജിത രാജീവ് ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ ചന്ദ്രദിനത്തിന്റെ ഭാഗമായി ദി ശോഭ അക്കാദമി സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കായി ഇന്നൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. പ്രസ്തുത എക്സിബിഷനിലൂടെ ചന്ദ്രനെക്കുറിച്ചും ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളെക്കുറിച്ചും വിവിധ ഗ്രഹങ്ങളെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കുട്ടികൾ തന്നെ നിർമ്മിച്ച വർക്കിംഗ് മോഡലുകൾ, വിവിധ പ്രോജക്റ്റുകൾ എന്നിവ ഈ ഒരു എക്സിബിഷൻ്റെ മാറ്റുകൂട്ടി. വളരെയധികം സന്തോഷത്തോടെയും അറിവ് നേടുവാനുള്ള ആഗ്രഹത്തോടെയുമാണ് ഓരോ കുട്ടികളും ഈ എക്സിബിഷനെ നോക്കിക്കണ്ടത്. ശാസ്ത്ര അധ്യാപകൻ ഗൗതം ആദിത്യവർമ്മ നേതൃത്വം നൽകി. ചന്ദ്രയാൻ 3യോടനുബന്ധിച്ച് അതിൻ്റെ ആ ഒരു മോഡലാണ് ഞങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ചന്ദ്രനിൽ ഇറങ്ങുന്ന പേടകം, ലാൻഡറും അതേപോലെ തന്നെ റോവറും ഒരു വർക്കിംഗ് മോഡലാണ് ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ റോവർ സെൻസർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സാധാരണ റിയൽ ലൈഫിൽ ഇവിടുന്ന് ഭൂമിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യാണ് ചെയ്യാറ്. തന്നെ നിശബ്ദയാക്കാൻ വേണ്ടി കേരളത്തിലുടനീളം തനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണെന്ന് സ്വപ്ന സുരേഷ്. കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് എത്തിയ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അപ്പോൾ അവർ എന്നെ എല്ലാ രീതിയിലും ഒന്നീ ഈ വേൾഡിൽ തന്നെ എലിമിനേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എനിക്കെതിരെ കേസുകളെടുത്ത് ഫേക്ക് കേസുകൾ ചാർജ് ചെയ്ത് എന്നെ ജയിലിലാക്കുക എന്നുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. നമ്മൾ ആരും ഒന്നും തുറന്നു പറയാൻ പാടില്ല. മിസ്റ്റർ പിണറായി വിജയനെതിരെ ആര് സംസാരിച്ചാലും അവർക്ക് they have to face the worst in the world എന്നുള്ളതാണ് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി.
എത്ര അധികം ഫേക്ക് കേസാണ് മിസ്റ്റർ പിണറായി വിജയൻ എനിക്കെതിരെ എടുത്തിരിക്കുന്നതെന്ന് അറിയാവും. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് എന്നെ നിശബ്ദയാക്കാനോ ലോകത്തു നിന്ന് ഒഴിവാക്കാനോ ശ്രമിച്ചിരുന്നു. കേരളത്തിൽ ഭരണമാറ്റമുണ്ടായ സാഹചര്യത്തിൽ തനിക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു.